നിലമ്പൂരിൽ UDF-ന്റെ കൊടുങ്കാറ്റ് അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിൽ UDF-ന്റെ കൊടുങ്കാറ്റ് എന്ന് പറയാൻ കഴിയുന്ന തക്കതായ ഉചിതമായ അഭിമാനകരമായ വിജയം. വോട്ടുകൾ PV അൻവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ 14 റൗണ്ട് വോട്ടെണ്ണുമ്പോൾ 15,234 വോട്ട് പിടിച്ചിട്ടുണ്ട്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് PV അൻവറിന്റെ അണികൾ. കോൺഗ്രസിന്റെ വിജയാഘോഷം പാർട്ടി ക്യാമ്പിൽ നിന്ന് തെരുവിലേക്ക് പടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. UDF-ന്റെ കൊടികളേന്തി, കോൺഗ്രസിന്റെ കൊടികളേന്തി, അങ്ങനെ പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് നേതാക്കളടക്കം തെരുവിലേക്ക് ഇറങ്ങുകയാണ്. നിലമ്പൂർ നഗരസഭ നൽകിയ അത്ഭുതകരമായ സംഖ്യ നമ്മൾ കാണാതെ പോകരുത്. നഗരസഭയിലെ ലീഡാണ്. തീർച്ചയായിട്ടും ആ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഈ നിലമ്പൂരിലെ ജനങ്ങളോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒരു സംശയവും വേണ്ട, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ 100 സീറ്റിലധികം മേടിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരുന്ന തരത്തിലുള്ള തർക്കവും വേണ്ട. അതെ, 10,000 വോട്ടിലധികം എത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. തീർച്ചയായും അത് കണക്ക് തന്നെയാണ്. പേടിക്കടവിൽ മാത്രമാണ് 1000 വോട്ടിന്റെ വഴിക്കടവിൽ, അതായത് തുടക്കത്തിൽ ഒന്ന് പരിഭ്രമിച്ചിരുന്നു, കയ്യിൽ നിന്ന് പോയോ എന്ന് തോന്നിച്ചിരുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത് നഗരസഭയാണ്. LDF ലീഡ് പ്രതീക്ഷിച്ചെടുത്ത് UDF ലീഡ് ചെയ്തു എന്ന് മാത്രമല്ല, കൊടുങ്കാറ്റ് പോലെ സ്വന്തം തട്ടകത്തിൽ നിലമ്പൂർ നഗരസഭ, ആര്യാടന്റെ വീടിരിക്കുന്ന ആ നഗരസഭ, അവിടെ അതിശക്തമായ വോട്ട്, അനുകൂലമായ വോട്ട് അവിടെ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി ഉണ്ടാകുന്നു. നിലമ്പൂർ നഗരസഭയാണ് അക്ഷരാർത്ഥത്തിൽ UDF-നെ ഉയർത്തിയത്, ഒരു തരംഗമാക്കി കാര്യങ്ങളെ മാറ്റിയത്. LDF ലീഡ് പ്രതീക്ഷിച്ചിടത്തിലധികം വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് സ്വന്തമാക്കിയിട്ടുണ്ട്. 49,111 വോട്ടുകളാണ്. എം സ്വരാജിന് 15,234 വോട്ടുകൾ. PV അൻവറും സ്വന്തമാക്കിയിട്ടുണ്ട്. നിലമ്പൂർ നഗരസഭയിൽ അതായത് 10,000 വോട്ടുകളുടെ ലീഡ് നില കടന്നപ്പോൾ 1542 അവിടെ 14-ാം റൗണ്ടിൽ ലീഡ് നിലയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ളതാണ്. നിലമ്പൂർ നഗരസഭ ആര്യാടനൊപ്പം അടിയുറച്ചു നിന്നു എന്ന് പറയാതെ വയ്യ. റൗണ്ട് നമ്പർ 15 വോട്ട് വന്നിട്ടുണ്ട്. 15-ാം റൗണ്ടിൽ 683 വോട്ടുകൾക്കാണ് UDF ലീഡ് ചെയ്തത്. 683 വോട്ടുകൾക്ക്, അതായത് ആര്യാടൻ ഷൗക്കത്തിന് 4,077, എം സ്വരാജിന് 3,394, 683 വോട്ടിന്റെ വ്യത്യാസം. 683 വോട്ടിന്റെ ലീഡ്. റൗണ്ട് നമ്പർ 15-ൽ UDF-ന് അനുകൂലമായി. റൗണ്ട് നമ്പർ 15 എന്ന് പറയുമ്പോൾ നിലമ്പൂർ നഗരസഭ അവസാനിക്കുകയാണ്. നിലമ്പൂർ നഗരസഭയുടെ ഒരു ഭാഗവും കരളായി പഞ്ചായത്തിന്റെ ഒരു ഭാഗവുമാണ് റൗണ്ട് നമ്പർ 15. നിലമ്പൂർ നഗരസഭ അപ്പാടെ അടിപടലം വീണിരിക്കുകയാണ്. LDF-നെ സംബന്ധിച്ച് അവിടെ UDF-ന് അപ്രതീക്ഷിതമായ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. 11,123 കുതിക്കുന്നു. റൗണ്ട് നമ്പർ 15 എന്ന് പറയുമ്പോൾ നിലമ്പൂർ നഗരസഭയുടെ ഒരു ചെറിയ ഭാഗവും കരുളായി പഞ്ചായത്തുമാണ്. ഈ ഭാഗം കൂടി എണ്ണിയപ്പോഴാണ് ഇപ്പോൾ 683 വോട്ടിന്റെ ആ റൗണ്ടിലെ ലീഡ് കൂടെ പുറത്തു വരുന്നത്. ഇപ്പോൾ ആകെ ടോട്ടൽ ലീഡ് 11,123 എത്തിയിരിക്കുന്നു. അമരമ്പലം UDF തന്നെ LDF ലീഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ ആ പഞ്ചായത്ത് കൊണ്ട് 10,000-ൽ താഴ്ത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നഗരസഭ അപ്രതീക്ഷിതമായ നിലയിലാണ് UDF ലീഡ് സമ്മാനിച്ചത്. ഒരു പക്ഷേ LDF-ന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നഗരസഭ ഹോൾ ഹാർട്ടഡായി, ഹൃദയം നിറച്ച് ആര്യാടൻ ഷൗക്കത്തിനെ പുൽകുന്നതാണ് നമ്മൾ കണ്ടത്. നിലമ്പൂർ നഗരസഭ തീ പിടിച്ചാൽ കത്തിപ്പോവില്ല, കാതലേറുകയുള്ളൂ എന്ന് നിലമ്പൂരുകാർ പറയും. അതങ്ങനെ തന്നെ ഉണ്ടായിരിക്കുന്നു. നിലമ്പൂർ കാട്ടിൽ ഒരു ഒറ്റ കൊമ്പനേ ഉള്ളൂ, അത് ആര്യാടനാണ്. ആര്യാടൻ 1 ആര്യാടൻ 2.0 ആണെങ്കിലും അത് ആര്യാടനാണ് എന്ന് UDF അവകാശപ്പെടുന്നു. 11,123 വോട്ടുകളുടെ ലീഡ് നിൽക്കുമ്പോൾ